കുമ്മനം രാജശേഖരൻ തനിക്കൊരു എതിരാളിയല്ല എന്നാണ് ശശി തരൂർ ആത്മവിശ്വാസത്തോടെ തന്നെ മറുനാടനോട് പ്രതികരിച്ചത്. ഇത് തീർത്തും രാഷ്ട്രീയപരമായ മത്സരം മാത്രമാണെന്നും വ്യക്തിപരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ മണ്ഡലത്തിനു വേണ്ടി 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ടു നിരത്തി അദ്ദേഹം വാചാലനായപ്പോൾ വ്യക്തിപരമായി തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും നാണം കെട്ട രീതിയിലാണ് പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം BJPക്കെതിരെ പൊട്ടിത്തെറിച്ചു. UDF സ്ഥാനാർത്ഥി ശശി തരൂർ മറുനാടന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്ക്. രണ്ട് കാര്യമുണ്ട്. 10 വർഷമായിട്ട് ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിന് വേണ്ടി, ഈ നഗരത്തിന് വേണ്ടി, ഈ ഡിസ്ട്രിക്റ്റിന് വേണ്ടി ചെയ്ത പ്രവർത്തനം എല്ലാവർക്കും അറിയാം. അതിൻ്റെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. MP ഫണ്ട് ചെലവാക്കി എല്ലാ പൈസ അക്കൗണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ നല്ലപോലെ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിലും ഡൽഹിയിലത്തെ മന്ത്രാലയത്തിലും ഡൽഹിയിലത്തെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നല്ലപോലെ കേൾക്കാനുള്ള കഴിവ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ജനങ്ങൾക്കറിയാം ഞാൻ എൻ്റെ എല്ലാ വ്യക്തിബന്ധങ്ങളും ഉപയോഗിച്ചിട്ട് ഈ നാടിൻ്റെ വ്യക്തികൾക്കുള്ള സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുമാത്രമല്ല, ഈ സമയത്തിൽ ലോകം മുഴുവൻ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും വിഷയങ്ങളും പരിഹരിക്കാൻ എനിക്കും എൻ്റെ ഓഫീസിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ മാസവും 200 വ്യക്തികളുടെ ഓരോരോ ബുദ്ധിമുട്ടുകൾ നിവേദനം കൊണ്ടുവന്ന് എഴുതിയിട്ടോ അല്ലെങ്കിൽ വിദേശത്തിൽ അവർക്ക് വല്ല ദുഃഖം സംഭവിച്ചിട്ടെങ്കിൽ അതിനുവേണ്ടി ഇടപെടാനോ, വിദേശ സർക്കാരുകാരോടും അംബാസഡർമാരോടും ഇടപെടാനോ എല്ലാറ്റിനും എനിക്ക് എൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ജനങ്ങളെ സഹായിക്കാൻ സാധിച്ചു. അപ്പം എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും, ഈ 10 വർഷക്കാലം പല MP-മാരും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ആരും ചൂണ്ടിക്കാണിക്കുന്ന, പക്ഷെ പല MP-കളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല വിഷയത്തിലും. അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ തിരുവനന്തപുരത്തും ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വോട്ട് ചോദിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരൊറ്റൊന്ന്, എന്തായാലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിപ്പിക്കണമെന്ന് വേറൊരു കാരണമുണ്ട്. ഈ 5 വർഷക്കാലം മോദി സർക്കാരിനെ വീഴ്ചയും കഴിവില്ലായും ചെയ്ത തെറ്റുകളുമെല്ലാം കണ്ടിട്ട് അവർക്ക് ഉറപ്പമായിട്ട് രണ്ടാം അവസരം കൊടുക്കരുത്. BJP അല്ല കോൺഗ്രസ്സാണ് ഡൽഹിയിൽ വേണമെന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് MP എന്തായാലും ഇവിടെയും വിജയിപ്പിക്കും. പല കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അത്ര പബ്ലിക് അറിവുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഒരു ഉദാഹരണം പറയാം, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. 40 വർഷം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു നാഷണൽ ഹൈവേ ബൈപ്പാസ്. എല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. 40 വർഷം മുമ്പാണ് കല്ലിട്ടത് ജനങ്ങളുടെ ഭൂമിയിലും ജനങ്ങളുടെ വീടിലും കൂടി. പക്ഷേ ഓരോരോ വിഷയം വന്നിട്ട്, തടസ്സങ്ങൾ വന്നിട്ട് ആ പദ്ധതി യാഥാർത്ഥ്യമായില്ല. കല്ലുകൾ കടന്നു, ആൾക്കാർക്ക് അവർ വീടിനെ വിൽക്കാനോ നന്നാക്കാനോ ഭൂമി വിൽക്കാനോ ഒന്നും സാധിച്ചില്ല. അപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു, ദയവായിട്ട് ഈ പദ്ധതി ഒന്ന് നിങ്ങൾ ഒഴിവാക്കി തരൂ, അല്ലെങ്കിൽ നടപ്പിലാക്കി തരൂ, പക്ഷേ ഈ സ്ഥിതി ഇനി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനൊരു വെല്ലുവിളിയായി എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ ടേമിൽ തന്നെ ഒരു 4 വർഷം ചിലവാക്കി 3 മന്ത്രിമാരെ കണ്ടു, ഉദ്യോഗസ്ഥന്മാരെ കണ്ടു, എല്ലാം ചെയ്ത് അവസാനത്തെ 2013 ബഡ്ജറ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിപ്പിച്ചു. അതോടെ ബാക്കിയെല്ലാ പ്രോസസ്സ് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത് സർവേ നടത്താൻ ബുദ്ധിമുട്ടും ഡിലേയും വന്നപ്പോൾ സർവേമാരെ ഓരോരോ മന്ത്രിയെ വിളിച്ചിട്ട് സർവേമാരെ തിരിച്ചു വിളിച്ച സമയത്ത് ചെയ്യിപ്പിച്ചു. അവസാനത്തെ സമയത്ത് ലാപ്സാവുന്ന മുമ്പ് ഗവൺമെൻറ് ഗസറ്റിൽ ഓർഡർ ഇറക്കുന്നവരെ ഞാനാണ് ഗവൺമെൻറ് പ്രസ് ഓഫീസിനെ വിളിച്ചിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തത്. അതെല്ലാം ചെയ്ത ശേഷം ഞാൻ അവിടുത്തെ ഫൈനാൻസ് മെമ്പറോട് സംസാരിച്ചിട്ട് ഇലക്ഷൻ്റെ 2014 ഇലക്ഷൻ വരുന്ന മുമ്പ് പണം ട്രാൻസ്ഫർ ആക്കി കേരളത്തിലേക്ക് എത്തിയിട്ട് ആദ്യത്തെ ചെക്കുകൾ ഭൂമി വാങ്ങാൻ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ ഞാൻ കൊടുപ്പിച്ചു. അതോടെ ജനങ്ങൾക്ക് നല്ലപോലെ തെളിവുണ്ട് ഞാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കറിയാം പലരും BJP സർക്കാർ അതിനുശേഷം വന്ന കാരണം അവരാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നടക്കട്ടെ, ഒരു യാഥാർത്ഥ്യവുമില്ല. എല്ലാവർക്കും ഈ ഓരോരോ സംഭവിച്ചതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളും പറയാം. അത് കഴിഞ്ഞിട്ട് അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 100 തവണ ഓരോരോ ജംഗ്ഷനിലും ഓരോരോ ഗ്രാമത്തിലും ഞാൻ ഇറങ്ങിക്കയറിയിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനോ, ജനങ്ങളുടെ ആവശ്യങ്ങളെ നമ്മുടെ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചിട്ട് പരിഹരിക്കാനോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പ്രവർത്തനം ജനങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല, എല്ലാവരും കണ്ടതാണ്. ഒരു ഭാഗത്തിൽ എൻ്റെ പേരും കൂടി ഒരു ജംഗ്ഷനിൽ കൊണ്ടുപോയി ഇട്ടു, ഞാൻ കൊണ്ടുവന്ന കാരണമാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു സൗഹൃദത്തോടെ. പിന്നെ വേറെ കാര്യങ്ങൾ ചിലതിലൊക്കെ
ഒരാളുടെ കൈ മാത്രമല്ല, ഞാൻ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഓരോരോ പദവികൾ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഹെൽത്ത് മന്ത്രാലയത്തിൽ എൻ്റെ കൈയുമുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ തീരുമാനം. ഞാൻ അവരെ പോയി സംസാരിച്ചിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടും കൂടി അവസാനത്തിൽ ഒപ്പിടുന്നത് അവരാണ്. അപ്പോൾ അവർക്കും ക്രെഡിറ്റ് കിട്ടണം, പക്ഷെ ഞാനും ആവശ്യപ്പെട്ട് എനിക്കും ക്രെഡിറ്റ് കിട്ടണം. അങ്ങനെ നമുക്ക് 230 കോടി ശ്രീ ചിത്രത്തിനുള്ള ആസ്പത്രി കൊണ്ടുവന്ന്, എൻ്റെ ആദ്യത്തെ ടേമിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി കൊണ്ടുവന്നത്, നമ്മൾക്ക് പേരൂർക്കാട് മെൻ്റൽ ആസ്പത്രിക്ക് 3 കോടി, ആയുർവേദ ആസ്പത്രിക്ക് ഒരു പുതിയൊരു കെട്ടിടം, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചത് കേന്ദ്ര വഴിക്കാണ്. റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് 18 ട്രെയിൻ കൊണ്ടുവന്നത്, 14 എൻ്റെ ആദ്യത്തെ ടേമിലും രണ്ടാമത്തെ തവണ മറ്റവർ ഭരിക്കുമ്പോൾ കൂടി 4 ട്രെയിനുകൾ കൊണ്ടുവരാൻ സാധിച്ചത്. എല്ലാ MP-മാരും പറയുന്നു ഈ തവണ നമുക്ക് കേരളത്തിൽ കൂടുതൽ പുതിയ ട്രെയിൻ കിട്ടിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ റോഡ് ഫണ്ട് വഴിക്ക് നമ്മുടെ റോഡുകൾ നന്നാക്കാൻ, നമ്മുടെ ഓരോരോ പദ്ധതികൾ കേന്ദ്ര സഹായത്തിൽ ഇവിടെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് ഞാനിവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട വിഷയത്തിനും ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഓഖി ദുരന്തത്തെക്കുറിച്ചും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 5 പ്രാവശ്യം പാർലമെൻറ്റ് ഓരോ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ ശബ്ദം ഈ വിഷയത്തിനെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടും ഞാൻ എല്ലാ പാർലമെൻ്ററി വഴികൾ ഉപയോഗിച്ചിട്ട് വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് ചോദിച്ചു. പാർലമെൻറ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പാർലമെൻറ്റ് ഡിബേറ്റിൽ നല്ലോണം പങ്കെടുത്തിട്ടുണ്ട്, പാർലമെൻറ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്, ഹൈക്കോടതി ബെഞ്ചിന് അങ്ങനെയുള്ള കാര്യത്തിലും പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം വാങ്ങിയിട്ടുണ്ട് മന്ത്രിമാരെയാണ്. എല്ലാ വഴിയും ഉപയോഗിച്ചിട്ട് നമ്മളുടെ നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു MP ആയിട്ട്, ജോലി ഡൽഹിയിലാണല്ലോ, അതിനെ ഞാൻ നല്ല ബോധ്യത്തിൽ ഒരേ സമയത്ത് എല്ലാ ആഴ്ചയും നമ്മുടെ കൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നിട്ട് ജനങ്ങളോടൊപ്പം കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ഡൽഹിക്ക്. നോക്കൂ, ഒരു ത്രികോണ മത്സരത്തിൽ എനിക്ക് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യമില്ല. 3 പാർട്ടിയാണ് മത്സരിക്കുന്നത്. എന്തായാലും എൻ്റെ രാഷ്ട്രീയം ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമല്ല. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആരെയും ഒരു വ്യക്തിയായിട്ട് ആക്ഷേപിച്ചിട്ടില്ല. അവരെല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്ന് കരുതുന്നു. പക്ഷേ നമ്മൾക്ക് ആവശ്യമുള്ളത് എഫക്റ്റീവ് പ്രതിനിധിത്വമാണ്. ആരാണ് തിരുവനന്തപുരത്തിന് വേണ്ടി ശരിക്കും ഡൽഹിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക? എനിക്കറിയാം, ഒരാൾ പറയുന്നു ഞാൻ ഈ നാടിൻ്റെ മകനാണ്. നാടിൻ്റെ മകൻ ഈ നാട് തന്നെ ഇരിക്കുകയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് ഡൽഹിയിൽ എന്ത് സ്വാധീനമുണ്ട്, എന്ത് ചെയ്യാൻ സാധിക്കും നാടിൻ്റെ ആൾക്കാർക്ക്. അതുപോലെ തന്നെ വേറൊരാൾ ഒരു 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 എല്ലാ വിധത്തിലും നല്ല മനുഷ്യനായിരിക്കും, എനിക്ക് ആരും ആക്ഷേപിക്കാൻ സാധിക്കില്ല. പക്ഷേ അവർ പ്രത്യേകിച്ച് ഇനി വരാൻ പോണ കോൺഗ്രസ് ഭരണത്തിൽ എന്തായിരിക്കും അവർ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക? ഞാൻ പറയുന്നു, ഞാൻ 10 വർഷം കാണിച്ച കഴിവിനെ ഇനിയും വരാൻ പോകുന്ന 5 വർഷത്തിൽ കാണിച്ചു തരാൻ തയ്യാറാണ്. ആ പ്രവർത്തനം ചെയ്യാൻ തയ്യാറായ സ്ഥിതിയിലാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഞാൻ കുറേ ചിന്തിച്ച ശേഷം എടുത്തെടുപ്പ് എൻ്റെ റിയാക്ഷൻ ലിംഗസമത്വത്തിന് ആയിരുന്നു. പക്ഷേ ഞാൻ പല മഹിളകളോട് കൂടി സംസാരിച്ച് മനസ്സിലായി, ഇത് ലിംഗസമത്വത്തിൻ്റെ പ്രശ്നമല്ല. അവർ പറയും ഞങ്ങൾക്ക് സമത്വത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് സമത്വമുണ്ട്. അവർ പറയുന്നു, പക്ഷേ ഇത് പവിത്രതയുടെ ഒരു പ്രശ്നമാണ്. ശബരിമലയുടെ പവിത്രതയെ ബാധിക്കുന്നത് ഞങ്ങൾക്ക് ദുഃഖം തരുന്നു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചൊക്കെ ചരിത്രം വായിക്കുന്ന ഒരാളാണ്. ഭാരതം മുഴുവൻ പല വിധത്തിൽ ക്ഷേത്രങ്ങളുണ്ട്. ഓരോരോ ക്ഷേത്രത്തിൽ അവരുടെ സ്വന്തം രീതികളും ആചാരങ്ങളും റിച്വൽസും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ കോടതി വഴിക്ക് ഓരോന്നും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിൽക്കാൻ പോകുന്നത്? ചില ക്ഷേത്രത്തിൽ പുരുഷന്മാരെ അകത്ത് കയറ്റില്ല ദേവിയുടെ അടുത്ത്. ചില ക്ഷേത്രത്തിൽ കണ്ണൂരിൽ തന്നെ മുഖ്യമന്ത്രിയുടെ സ്വന്തം കണ്ണൂരിൽ 8 ക്ഷേത്രമുണ്ട് മഹിളകളെ അകത്ത് കയറ്റാത്തത്. 8 എണ്ണം, ഒന്നല്ല. അതുപോലെ തന്നെ നമ്മളുടെ ചില മതത്തിനകത്ത് മഹിളകളെ പൂജാരിമാരാക്കാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ആണുങ്ങളുടെ പ്രവർത്തനമായിരിക്കും. അതെല്ലാം സമത്വത്തിൻ്റെ എതിരല്ലേ? ഇപ്പോൾ കോടതി എല്ലാറ്റിലും ഇടപെടും. എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെയും എല്ലാ മതങ്ങളുടെയും സ്ഥിതി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ മതവിശ്വാസികളുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കേണ്ടു. അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ വ്യത്യാസം എന്താണ് മറ്റേവരേത്? ഞങ്ങൾ ഈ വിശ്വാസികളോടൊപ്പം നിന്നു, പക്ഷെ ഞങ്ങൾ പാതിയിൽ ഇറങ്ങിയില്ല, ബഹളമുണ്ടാക്കിയില്ല, കല്ലെറിഞ്ഞില്ല, ഭക്തന്മാരെ തടസ്സപ്പിച്ചില്ല, ഒരു പവിത്ര സ്ഥലത്തിനെ നമ്മളൊരു രാഷ്ട്രീയ നാടക വേദിയാക്കി മാറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞു ഭരണഘടന വഴിക്ക് മാത്രമേ ഒരു പരിഹാരം വരാൻ സാധിക്കുള്ളൂ. സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം സുപ്രീം കോടതി മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ലോ പാസ്സാക്കണം.
ലോ പാസ്സാക്കാൻ BJPയുടെ കയ്യിലാണ് ഭൂരിപക്ഷം. അവർക്കത് ചെയ്യാൻ തോന്നിയില്ല. സുപ്രീം കോടതി വിധി സെപ്റ്റംബറിൽ വന്ന ശേഷം ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും പാർലമെന്റ് നടന്നിട്ടുണ്ട്. അവരൊരു വിരലാണ് എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഒരു ലോ കൊണ്ടുവരാൻ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് എന്താണ് പരിഹാരമല്ല വേണ്ടത്, ബഹളമാണ് വേണ്ടത്, പബ്ലിസിറ്റിയാണ് വേണ്ടത്. അവരെന്നെ പറഞ്ഞു, അവർ സ്വന്തം വാക്കിൽ ഇതൊരു സ്വർണ്ണ അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന്. അതായിരുന്നു അവർ കളി. ഏത് വിധത്തിലും വിശ്വാസികളുടെ ആവശ്യത്തിന് വേണ്ടി അവർ നിന്നിട്ടില്ല. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമേ ബഹളമുണ്ടാക്കിയിട്ടുള്ളൂ. ഒരു പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പാർട്ടി, പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി ഒന്നും ചെയ്തില്ല ഇതിന് വേണ്ടിയിട്ടും വിശ്വാസികൾക്ക് വേണ്ടിയിട്ടും. അതാണ് കോൺഗ്രസിനൊപ്പം വ്യത്യാസം. നോക്കൂ, അവർക്ക് വേറെ ഒന്നുമില്ല പറയാൻ. അതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ എതിര് അവർക്ക് എൻ്റെ പ്രവർത്തനത്തിൻ്റെയോ എൻ്റെ പെരുമാറ്റത്തിൻ്റെയോ ഏതിനെയും കുറിച്ച് ഒന്നും ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ കാണാത്തൊരു വ്യക്തിയോടൊപ്പം ഞാൻ കല്യാണം കഴിച്ചു, അവരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു BJP ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 30 വർഷം മുമ്പ് എഴുതിയ ഒരു സങ്കല്പ നോവല്, ആ നോവലിലത്തെ ഒരു കഥാപാത്രം സംസാരിക്കുന്ന ചില കാര്യങ്ങളെ 30 വർഷം മുമ്പ് ഒരു നോവൽ പബ്ലിഷ്, ആരും ഇതിലൊരു തെറ്റ് കണ്ടിട്ടില്ല. അവരതിനെ എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നായർ മഹിളകളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു നോൺസെൻസ് ഇറക്കുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഞാനൊരു നായർ സമുദായത്തിൻ്റെ മകനാണ്. എൻ്റെ കുടുംബം, എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മമാരും എല്ലാവരും നായന്മാരനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാനൊരു വർഗീയത പറയുന്നൊരു വ്യക്തിയല്ല. പക്ഷേ സ്വന്തം സമുദായത്തിൽ അഭിമാനമുള്ളതിൽ ഒരു തെറ്റ് കാണുന്നില്ല. അപ്പോൾ എൻ്റെ സ്വന്തം സമുദായത്തിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും അവർക്ക് നാണക്കേട് തോന്നണം. പക്ഷെ ആ നാണക്കേടില്ലാത്തവരാണ്. ഓരോരോ കാര്യത്തിന് അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്ത കാരണം അതാണ്. അവരുടെ ഒരു ഗതികേടിൻ്റെ ഒരു തെളിവാണിത്. അവർ നമ്മളെ ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത വിഷയത്തിൽ ആരംഭിക്കും.